നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3 കിലോ സ്വർണം കവർന്നു. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ചുമടങ്ങിയായിരുന്ന കിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച. സംഭവത്തിന് പിന്നാലെ സംശയത്തെ തുടർന്ന് 4 പേർ തൃശൂർ പിടിയിലായിട്ടുണ്ട്. രാത്രി കടടച്ച് പോകുമ്പോൾ ഒരു 8-8:30 മണിക്ക് കടടച്ച് പോകുമ്പോൾ ഞങ്ങൾ കടടച്ച് അങ്ങനെ വീട്ടിലെത്താൻ നേരത്ത് ഒരു വണ്ടി വന്നിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വീണിട്ട് അപ്പത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങളെ അടിച്ച് ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കണ്ണ് കയ്യില്ല, എൻ്റെ ഇവിടെ കൈ എന്നെ രണ്ടാളെ അടിച്ചിട്ടിട്ട് അവർ സാധനം കൊണ്ടുപോയി. ടിക്കിനുള്ള സാധനം എടുത്തുക്കണം. എൻ്റെ ബാഗിൽ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. തോളിലല്ല, ഞാൻ അങ്ങനെ പിടിച്ചിട്ട് എടുക്കുന്ന ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. 3 പേരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് ആൾ വന്ന് എന്നെ അടിച്ച്, ഒരാൾ വന്ന് ജ്യേഷ്ഠനെ അടിച്ച്, ഒരു 3 പേരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഡ്രൈവറടക്കം 4 പേരുണ്ടാവും. മൊത്തം പെട്ടെന്ന് വന്നിട്ട് അടിക്കഴിഞ്ഞു. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, ഈ ജ്വല്ലറി അടച്ചു പോകുമ്പോൾ ഇവർ ഈ സ്വർണം കരുതാനുള്ള കാരണം എന്താണെന്ന് കൂടി പറയുന്നുണ്ടോ? പെരിന്തൽമണ്ണ ഊട്ടി റോഡിലുള്ള KM ജ്വല്ലറി ഉടമകളാണ് ഇന്നലെ ഈ മോഷണ സംഘത്തിന്റെ ആക്രമണത്തിനിരയായത്. അവരുടെ കൈവശമുണ്ടായിരുന്ന 1 കിലോ സ്വർണമാണ് ഇവർ തട്ടിയെടുത്തതെന്നാണ് ഈ നഷ്ടമായ ജ്വല്ലറി ഉടമകൾ പോലീസിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ജ്വല്ലറി പ്രവർത്തിക്കുന്നത് ഒരു പഴയ ഓടിട്ട കെട്ടിടത്തിലായതുകൊണ്ട് അവിടെ സുരക്ഷയില്ലാത്തതുകൊണ്ടാണ് സ്വർണം എല്ലാ ദിവസവും വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളത്. 2 ബാഗുകളിലാക്കി, ഒരു ബാഗ് സ്കൂട്ടറിൻ്റെ ഉള്ളിലും ഒന്ന് അവരുടെ തുള്ളിലുമാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് ഇവരുടെ വീട്ടിലേക്ക് കിടക്കുന്ന ബൈപ്പാസിന് തൊട്ടടുത്തെത്തുമ്പോൾ വാഹനം കുറുകെയിട്ട് ഇവരെ ആക്രമിക്കുകയായിരുന്നു. കുരുമുളക് സ്പ്രേ മുഖത്തേക്ക് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്നും സ്വർണം അടങ്ങിയ ബാഗുകൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് പോലീസിന് ഇവർ നൽകിയ മൊഴി. പോലീസ് ഇന്നലെ തന്നെ ഇവർ നൽകിയ പരാതി പ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് സ്വർണ്ണ കവർച്ച സംഘം എന്ന് കരുതുന്ന 4 പേരെ പിടികൂടിയിട്ടുള്ളത്. നേരത്തെ CCTVയിലുണ്ടായിരുന്ന വാഹനവും ഇവരുടെ വാഹന പരിശോധനയ്ക്കിടെ സമാനമായൊരു വാഹനവും കണ്ടെത്തി. ആ സാഹചര്യത്തിലാണ് സ്വർണം കവർന്ന സംഘത്തിൽ എന്ന് കരുതുന്ന 4 പേരെ ഇപ്പോൾ തൃശ്ശൂരിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഈ കേസുമായുള്ള ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. സ്വർണം കൂടുതൽ ഈ സംഘത്തിൽ കൂടുതൽ പേരുള്ളത് കൊണ്ട് തന്നെ സ്വർണം അവർ കൈമാറിയിട്ടുണ്ടാകാമെന്നൊരു വിലയിരുത്തലാണ് പോലീസിൻ്റെ ഭാഗത്തുമുള്ളത്. സ്വർണം കണ്ടെത്താനുള്ള ശ്രമവും പോലീസിൻ്റെ ഭാഗത്തും തുടരുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് പെരിന്തൽമണ്ണ പോലീസ് ഇപ്പോൾ ഉള്ളത്. പോലീസിൻ്റെ പിടിയിലായ ഈ 4 പേരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരെ ഉണ്ട് ഈ സംഘത്തിൽ എന്നതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തി ഈ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി അടച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ കവർച്ച എന്നാൽ 3 കിലോയിലേറെ സ്വർണം കവർന്നു ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.